പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യ 10 മീറ്റർ എയർ പിസ്റ്റളിൽ മനു ഭാക്കറുടെ ഫൈനൽ മത്സരം അല്പസമയത്തിനകം നടക്കും. ഇന്ത്യൻ താരം രമിത ജിൻഡാലോ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. പുരുഷന്മാരുടെ തുഴച്ചിൽ ബൽരാജ് പൻവാർ ക്വാർട്ടർ ഫൈനലിലേക്കും യോഗ്യത നേടി. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട്. അതുല്യ, പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ മെഡൽ പ്രതീക്ഷയുമായിട്ടാണ് ഇന്ത്യ ഇന്ന് ഇറങ്ങുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രതീക്ഷകളുടെ രണ്ടാം ദിനമാണ്. സിന്ധുവിൻ്റെ വിജയ തുടക്കത്തോടൊപ്പം ആണ് ഇന്ത്യയുടെ ഇന്നത്തെ കുതിപ്പ് ആരംഭിച്ചത്. നിലവിൽ ഇപ്പോൾ അല്പസമയത്തിനകം ഇന്ത്യയുടെ ഷൂട്ടിംഗ് താരം മനു ഭാക്കർ 10 മീറ്റർ എയർ പിസ്റ്റൾ മത്സരത്തിൽ ഫൈനൽ വിഭാഗത്തിൽ മത്സരിക്കാൻ ഇറങ്ങുകയാണ്. അതോടൊപ്പം തന്നെ അപ്പോൾ മറ്റൊരു സന്തോഷ വാർത്ത കൂടി നമ്മളെ തേടിയെത്തുന്നത് 10 മീറ്റർ വനിതാ വിഭാഗത്തിൽ തന്നെ എയർ റൈഫിൾ വിഭാഗത്തിൽ ഇന്ത്യയുടെ രമിത ജിൻഡാൽ ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. 631 പോയിന്റുകളുമായി 5ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താണ് രമിത ഫൈനലിൽ കടന്നത്. ഇന്ത്യയുടെ തന്നെ ഇളവേനിൽ വാളറിവൻ 10ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തുകൊണ്ടാണ് പുറത്തായത്. ആദ്യ 8 സ്ഥാനക്കാർക്കാണ് ഫൈനലിൽ പ്രവേശനം. ഒരു സമയത്ത് ഇളവേനിൽ 2ാം സ്ഥാനത്ത് വരെ എത്തിയിരുന്നെങ്കിലും 6 സീരീസുകളിൽ അവസാനത്തെ സീരീസ് ആയപ്പോഴേക്കും അവസാന സീരീസുകളിലെ പ്രകടനം മോശമായതിനെ തുടർന്ന് പിന്തള്ളപ്പെടുകയായിരുന്നു. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ആദ്യമായി ഫൈനലിൽ ഇന്ത്യയുടെ തന്നെ 2 വനിതകൾ ഒരേ സമയം ഫൈനലിൽ മത്സരിക്കുമായിരുന്നു. എങ്കിൽ പോലും നമുക്കിപ്പോൾ തന്നെ ഷൂട്ടിങ്ങിൽ 2 വനിതകൾ അഭിമാന താരങ്ങളായി ഫൈനലിൽ എത്തിയിട്ടുണ്ട്. മനു ഭാക്കറിൻ്റെ മത്സരം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതേസമയം രമിത ജിൻഡാലിൻ്റെ മത്സരം നാളെ ഇന്ത്യൻ സമയം നാളെ 1 മണിക്കാണ് ആരംഭിക്കുക. അതോടൊപ്പം തന്നെ PV സിന്ധു നേരിട്ടുള്ള 2 ഗെയിമുകൾക്കാണ് എതിരാളിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയമുറപ്പിച്ചത്. സിന്ധുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള അല്ലെങ്കിൽ അനായാസമായ ഒരു ജയമായിരുന്നു ഇത്. മാലദ്വീപിൻ്റെ ഫാത്തിമത്ത് റസാഖിനെയാണ് തോൽപ്പിച്ചത്. 21-9, 21-6 എന്നിങ്ങനെയാണ് പോയിന്റ് നില. നിഷ്കരുണം അല്ലെങ്കിൽ എതിരാളിയെ നിഷ്പ്രഭമാക്കിക്കൊണ്ടുള്ള ഒരു ജയം തന്നെയായിരുന്നു സിന്ധുവിൻ്റേത്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ തുഴച്ചിൽ താരമായ ബൽരാജ് പൻവാർ ഇന്നലെ അദ്ദേഹത്തിന് ക്വാർട്ടർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത ലഭിക്കാതെ അദ്ദേഹം പുറത്താവുകയായിരുന്നു. എങ്കിൽ പോലും അദ്ദേഹം ഫിനിഷ് ചെയ്തത് 7ാമതായി ഫിനിഷ് ചെയ്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് സാധ്യത കൂടുതലായിരുന്നു. ഇന്ന് നടന്ന റിപ്പച്ചേജ് റൗണ്ട് എന്നാൽ ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വൈൽഡ് കാർഡ് എൻട്രി പോലെയാണ്. ഇന്നലെ നടന്ന മത്സരത്തിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഫിനിഷ് ചെയ്തവർക്ക് ഇന്ന് മറ്റൊരു അവസരം കൂടി നൽകപ്പെടും. അതിൽ അവർ ഫിനിഷ് ചെയ്യുന്ന സ്ഥാനമനുസരിച്ച് അതിൽ നിന്നും ഏതാനും ചിലരെ മാത്രം ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യരായി കൽപ്പിക്കുകയും ചെയ്യും. അത്തരത്തിൽ നടന്ന റിപ്പച്ചേജ് റൗണ്ടിൽ 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താണ് ബൽരാജ് പൻവാർ ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വിജയ വാർത്ത എന്നത് ടേബിൾ ടെന്നീസിൻ്റെ സിംഗിൾസ് റൗണ്ടിൽ ഇന്ത്യയുടെ ശ്രീജാകുല സ്വീഡന്റെ ക്രിസ്റ്റീന കാൽബർഗിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. നേരിട്ടുള്ള 4 ഗെയിമുകൾക്കാണ് ശ്രീജ ക്രിസ്റ്റീനയെ പരാജയപ്പെടുത്തിയത്. 4-0 എന്ന രീതിയിൽ തുടർച്ചയായ 4 ഗെയിമുകൾക്ക് എതിരാളിക്ക് തിരിച്ചടിക്കാൻ ഒരു അവസരം കൊടുക്കാതെയാണ് ശ്രീജയുടെ ജയം. അതും മറ്റൊരു വിജയ വാർത്തയായി തന്നെ തുടരുന്നു. അതോടൊപ്പം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു മത്സരം എന്ന് പറയുന്നത് പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ ഷൂട്ടിംഗ് ആണ്. അതിൽ ഇന്ത്യയുടെ അർജുൻ ബാബുദയും അതുപോലെ തന്നെ സന്ദീപ് സിംഗും മത്സരിക്കുന്നുണ്ട്. നിലവിൽ അർജുൻ സിംഗ് വളരെയധികം മുന്നേറുകയാണ്. ആദ്യ 8 പേരെയാണ് ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കുക. നിലവിൽ അർജുൻ 6ാം സ്ഥാനത്താണ് ഉള്ളത്. ഇനിയും ഷൂട്ടിങ്ങിന് 6 സീരീസുകളാണുള്ളത്. 10 ഷോട്ടുകൾ അടങ്ങുന്ന 6 സീരീസുകൾ. ആദ്യ 10 ഷോട്ടുകൾ കഴിഞ്ഞാൽ ഒരു സീരീസ് ആകും. അതിൽ നിന്ന് നിശ്ചിത പോയിന്റ് ഇവർക്ക് നൽകും. അങ്ങനെ 6 സീരീസുകളിലെയും മൊത്തം പോയിന്റാണ് കണക്കാക്കുക. നിലവിൽ ഇതുവരെ പിന്നിട്ട സീരീസുകളിൽ നിന്ന് അർജുൻ 6ാം സ്ഥാനത്താണ് ഉള്ളത്. 2 സീരീസുകൾ കൂടി അർജുന് ബാക്കിയുണ്ട്. അതിലും ഇതേ ഒരു ഷൂട്ടിംഗ് റേഞ്ച് അദ്ദേഹത്തിന് നിലനിർത്താനാവുകയാണെങ്കിൽ വീണ്ടും ഒരാൾ കൂടി ഇന്ത്യയിൽ നിന്ന് ഫൈനലിലേക്ക് കടക്കും. അതുപോലെ ഇനി വരാനിരിക്കുന്ന മത്സരങ്ങൾ 8 മണിക്ക് HS പ്രണോയ് ഫാബിയൻ റോത്തിനെ നേരിടും സിംഗിൾസ് റൗണ്ടിൽ. അതുപോലെ തന്നെ രാത്രി നിഖത് സരീൻ, ഇന്ത്യയുടെ ബോക്സിംഗ് താരം നിഖത് സരീനും ഇന്ന് ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ വനിതാ അമ്പെയ്ത്ത് ടീമിൻ്റെ ക്വാർട്ടർ ഫൈനലും മെഡൽ റൗണ്ടും ഇന്ന് തന്നെ നടക്കും. ഇന്ത്യൻ സമയം വൈകിട്ട് 5:45 കൂടിയാണ് അമ്പെയ്ത്തിൻ്റെ ഫൈനൽ ആരംഭിക്കുക. എന്തായാലും വരും മണിക്കൂറുകളിൽ ഒരു പക്ഷേ നമ്മൾ ഇനി എത്തുന്നത് ഒരു വിജയ വാർത്ത അല്ലെങ്കിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ വാർത്തയായിട്ടായിരിക്കും എന്ന് തന്നെ പ്രത്യാശിക്കാം. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയാനുള്ളത് മെഡൽ നിലയാണ്. നിലവിൽ 1ാം സ്ഥാനത്തുള്ളത് 5 മെഡലുകൾ, 3 സ്വർണവും 2 വെള്ളിയുമായി 5 മെഡലുകളുടെ ഓസ്ട്രേലിയയാണ് 1ാം സ്ഥാനത്തുള്ളത്. 3 സ്വർണവും 1 വെങ്കലവുമായി ചൈന 2ാം സ്ഥാനത്തുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയും
മൂന്നാം സ്ഥാനത്ത് 2 വെള്ളിയും 2 വെങ്കലവും 1 സ്വർണവുമായി 5 മെഡലുകളോടെ അമേരിക്കയും മൂന്നാം സ്ഥാനത്തുണ്ട്. നിലവിൽ ഇതാണ് പോയിന്റ് നില. വരും മണിക്കൂറുകളിൽ കൂടുതൽ വിശദാംശങ്ങളുമായി വരാൻ കഴിയുമെന്ന് പ്രത്യാശിക്കാം. ആതിര. ശരി, ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്നും അതുല്യ രാമചന്ദ്രനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.